ഹായ്, ഏവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സുകളിൽ നാം കാണുന്നത് ഇംഗ്ലീഷ് ഭാഷയില് പാസീവ് എന്ന് വിളിക്കുന്ന വാചകങ്ങളാണ്. പാസീവ് ആ വാക്ക് പഠിക്കുന്നത് നല്ലതാണ്. ഇംഗ്ലീഷിൽ മാത്രമല്ല എല്ലാ ഭാഷകളിലും ഈ പാസീവ് വാചകങ്ങളുണ്ട്. ആദ്യം തന്നെ ഈ പാസീവ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഭാഷയിൽ നമ്മൾ പറയുന്ന അവനെ സഹായിക്കണം, അവനെ സഹായിച്ചു, അവനെ സഹായിക്കാൻ പറ്റും, അവനെ സഹായിച്ചിട്ടുണ്ട്, ഇങ്ങനെ പറയുന്ന വാചകങ്ങളാണ് പാസീവ് വാചകങ്ങൾ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ഭാഷയിൽ മലയാളത്തില് ചില വാക്കുകൾ രണ്ട് രീതിയിൽ പാസീവായിട്ട് പറയാൻ പറ്റും. മുൻ ക്ലാസ്സുകളിൽ കണ്ടതാണ്, എങ്കിലും വീണ്ടും നാം കാണുകയാണ്. ഉദാഹരണമായി അവനെ ശിക്ഷിച്ചു, അവനെ ശിക്ഷിച്ചു. ആ വാചകം മറ്റൊരു രീതിയിൽ മലയാളത്തിൽ പറയും അവൻ ശിക്ഷിക്കപ്പെട്ടു, അവൻ ശിക്ഷിക്കപ്പെട്ടു, അവനെ ശിക്ഷിച്ചു. അത് തന്നെയാണ് അവൻ ശിക്ഷിക്കപ്പെട്ടു എന്ന വാചകത്തിലൂടെ പറയുന്നത്. എന്നാൽ എല്ലാ വേർബ്സും എല്ലാ ക്രിയകളും മലയാളത്തിൽ ഇതുപോലെ പറയാൻ പറ്റില്ല എന്ന് നാം കാണുകയുണ്ടായി. ഉദാഹരണമായിട്ട് അവനെ പഠിപ്പിച്ചു, അവൻ പഠിപ്പിക്കപ്പെട്ടു, അങ്ങനെ നമ്മൾ പറയില്ല. സ്റ്റുഡൻസില് പലപ്പോഴും ഒരു തെറ്റിദ്ധാരണ കണ്ടിട്ടുണ്ട്, അവൻ ശിക്ഷിക്കപ്പെട്ടു, അവൻ വധിക്കപ്പെട്ടു, ഇത് മാത്രമാണ് പാസീവ് എന്നാണ്. അത് ശരിയല്ല. അവനെ ശിക്ഷിച്ചു, അവനെ സഹായിച്ചു, ഇതും പാസീവാണ്. മറ്റൊരു കാര്യം കൂടി, എല്ലാ വേർബ്സും നമുക്ക് പാസീവായിട്ട് പറയാൻ പറ്റില്ല. ഉദാഹരണങ്ങള് അവൻ ഓടി, അവനെ ഓടി എന്ന് നമ്മൾ പറയില്ല. അവനെ ഓടിച്ചു എന്ന് പറയും, പക്ഷെ അപ്പോൾ അർത്ഥം മാറി. അവൻ ഇരുന്നു, അവനെ ഇരുന്നു എന്ന് പറയില്ല. അവനെ ഇരുത്തി എന്ന് പറയും, പക്ഷെ അത് വേറൊരു വാചകമാണ്. അതുപോലെ ഇംഗ്ലീഷിലും എല്ലാ വാക്കുകളും നമുക്ക് പാസീവായിട്ട് പറയാൻ പറ്റില്ല. ഈ കാര്യങ്ങൾ എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുക. നമ്മൾ ഈ ക്ലാസ്സിൽ കാണുന്നത് ക്യാൻ എന്ന വാക്കിന്റെ പാസീവാണ്. ഇത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. കഴിവിനെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കും. എനിക്ക് എഴുതാൻ കഴിയും, ഐ ക്യാൻ റൈറ്റ്. ഈ ഫോമാണ് അപ്പോൾ വെച്ചത്. എന്നാൽ പാസീവില് നമ്മൾ എപ്പോഴും ഈ ഫോമായി ഉപയോഗിക്കൂ, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമേ ഉപയോഗിക്കൂ. ഇതുണ്ടാക്കുന്ന രീതി, ഫോർമുല, സബ്ജക്റ്റ്, അതിന്റെ കൂടെ ക്യാൻ വയ്ക്കും, അതിന്റെ കൂടെ ബി, ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട വെർബാണ് ബി, അത് വയ്ക്കണം. പിന്നെ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം, ഏത് വെർബാണോ നമ്മൾ ഉപയോഗിക്കുന്നത് അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം നമ്മൾ ഉപയോഗിക്കണം. നമ്മൾ പാസീവില് ചൂസ് എന്ന വെർബാണ് സാമ്പിൾ ആയിട്ട് എടുത്തിട്ടുള്ളത്. നേരത്തെ പഠിച്ചപ്പോൾ റൈറ്റ് എന്ന വെർബായിരുന്നു. ചൂസ് തിരഞ്ഞെടുക്കുക, ചൂസ്, ചോസ്, ചോസൺ, ചൂസ്, ചോസ്, ചോസൺ, ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഈ വെർബ്. നമുക്ക് ഇന്ന് ആദ്യത്തെ വാചകം കാണാം. ഐ ക്യാൻ ബി ചോസൺ. എന്താണ് ഇതിന്റെ അർത്ഥം? എന്നെ തിരഞ്ഞെടുക്കാൻ കഴിയും. ഐ ക്യാൻ ബി ചോസൺ, എന്നെ തിരഞ്ഞെടുക്കാൻ കഴിയും, അല്ലെങ്കിൽ എന്നെ തിരഞ്ഞെടുക്കാൻ സാധിക്കും, അല്ലെങ്കിൽ എന്നെ തിരഞ്ഞെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ എന്നെ തിരഞ്ഞെടുക്കാനാവും. ആ രീതിയിലും പറയാം. കഴിവിനെ തന്നെ കാണിക്കുന്നതാണ്, പക്ഷെ പാസീവാണ്. പി എന്നിട്ടിരിക്കുന്നത് പാസീവ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ഇവിടെ അധികം സ്ഥലമില്ലാത്തത് കൊണ്ടാണ് പി എന്ന് മാത്രം എഴുതിയിരിക്കുന്നത്. നമുക്ക് ഈ വേർബ്സ് വെച്ച് നോക്കാം. ഇതെല്ലാം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ്. ചൂസ്, ചോസ്, ചോസൺ, സെൻഡ്, 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 ടീച്ച്, ടോട്ട്, ടോട്ട്, ഹെൽപ്പ്, ഹെൽപ്ഡ്, ഹെൽപ്പ്, ലീഡ്, ലെഡ്, ലെഡ്, പണിഷ്, പണിഷ്ഡ്, പണിഷ്ഡ്. ഈ മൂന്നെണ്ണമാണ് ഈ പറയുന്നത്. ഇതെല്ലാം നിങ്ങൾ പഠിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നോക്കാം. ഐ ക്യാൻ ബി ചോസൺ, എന്നെ തിരഞ്ഞെടുക്കാൻ കഴിയും. നേരത്തെ ക്യാൻ പഠിച്ചപ്പോഴെന്തായിരുന്നു? ഐ ക്യാൻ ചൂസ്, ഐ ക്യാൻ ചൂസ്, എനിക്ക് തിരഞ്ഞെടുക്കാൻ കഴിയും, എനിക്ക് തിരഞ്ഞെടുക്കാൻ കഴിയും. എന്നാൽ പാസീവ് ആകുമ്പോഴും അർത്ഥം എങ്ങനെയാണ്? ഐ ക്യാൻ ബി ചോസൺ, എന്നെ തിരഞ്ഞെടുക്കാൻ കഴിയും. ഒരിക്കലും മീ ക്യാൻ ബി ചോസൺ എന്നൊന്നും പറയരുത്. ഐ ക്യാൻ ബി ചോസൺ. ഇംഗ്ലീഷിൽ അങ്ങനെ പറയുമ്പോൾ അതിന്റെ മലയാളം എന്നെ തിരഞ്ഞെടുക്കാൻ കഴിയും എന്നുള്ളതാണ്. ഓക്കെ. ഐ ക്യാൻ ബി സെൻഡ്, എന്നെ അയക്കാൻ കഴിയും, അല്ലെങ്കിൽ എന്നെ അയക്കാൻ പറ്റും. നേരത്തെ കണ്ടതിൽ ഐ ക്യാൻ സെൻഡ്, SEND, ഡി ആയിരുന്നു. ഐ ക്യാൻ സെൻഡ്, എനിക്ക് അയക്കാൻ കഴിയും. അതാണ് നേരത്തെ കണ്ട ക്യാൻ. എന്നാൽ പാസീവ് ആകുമ്പോൾ ഐ ക്യാൻ ബി സെൻഡ്, എന്നെ അയക്കാൻ കഴിയും, മറ്റേത് എനിക്ക് അയക്കാൻ കഴിയും. ആ വ്യത്യാസം മനസ്സിലാക്കണം. ഓക്കെ. ഐ ക്യാൻ ബി ടോട്ട്, എന്നെ പഠിപ്പിക്കാൻ കഴിയും. പഴയത് ഐ ക്യാൻ ടീച്ച്, ഐ ക്യാൻ ടീച്ച്, എനിക്ക് പഠിപ്പിക്കാൻ കഴിയും, അങ്ങനെയായിരുന്നു. എന്നാൽ പാസീവ് ആകുമ്പോൾ ഐ ക്യാൻ ബി ടോട്ട്, എന്നെ പഠിപ്പിക്കാൻ കഴിയും. ഐ ക്യാൻ ബി ഹെൽപ്ഡ്,
എന്നെ സഹായിക്കാൻ കഴിയും. പഴയത് ഐ ക്യാൻ ഹെൽപ്പ്, എനിക്ക് സഹായിക്കാൻ കഴിയും. എനിക്ക് സഹായിക്കാൻ കഴിയും, അതായിരുന്നു പഴയത്. എന്നാൽ പാസീവ് ഐ ക്യാൻ ബി ഹെൽപ്ഡ്, എന്നെ സഹായിക്കാൻ കഴിയും. ആ വ്യത്യാസം മനസ്സിലാക്കുക. ഐ ക്യാൻ ബി ലെഡ്, എന്നെ നയിക്കാൻ കഴിയും. പഴയത് ഐ ക്യാൻ ലീഡ്, ഐ ക്യാൻ ലീഡ് ഈ ഫോമാ വയ്ക്കുന്നത്. എനിക്ക് നയിക്കാൻ സാധിക്കും, അല്ലെ എനിക്ക് നയിക്കാൻ കഴിയും. ഓക്കെ. ഐ ക്യാൻ ബി പണിഷ്ഡ്, എന്നെ ശിക്ഷിക്കാൻ പറ്റും, എന്നെ ശിക്ഷിക്കാൻ സാധിക്കും. ഐ ക്യാൻ ബി പണിഷ്ഡ്. പഴയത് ഐ ക്യാൻ പണിഷ്, ഐ ക്യാൻ പണിഷ്, എനിക്ക് ശിക്ഷിക്കാൻ പറ്റും. ആ വ്യത്യാസം മനസ്സിലാക്കുക. വി ഇതുപോലെ തന്നെയാണ്. വി ക്യാൻ ബി ചോസൺ, ഞങ്ങളെ തിരഞ്ഞെടുക്കാൻ പറ്റും, ഞങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും എന്നുള്ളത് വി ക്യാൻ ചൂസ്, വി ക്യാൻ ചൂസ്. ഇത് വി ക്യാൻ ബി ചോസൺ, വി ക്യാൻ ബി ചോസൺ പാസീവ്. ഓക്കെ. ഇതുപോലെ ഇത് വെച്ച് പ്രാക്ടീസ് ചെയ്യുക. യു ക്യാൻ ബി ചോസൺ, നിന്നെ തിരഞ്ഞെടുക്കാൻ പറ്റും. പഴയത് യു ക്യാൻ ചൂസ്, നിനക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. ഇത് യു ക്യാൻ ബി ചോസൺ, നിന്നെ തിരഞ്ഞെടുക്കാൻ പറ്റും. ആ വ്യത്യാസം ഒരുമിച്ച് കാണുന്നത് നല്ലതാണ്. യു ക്യാൻ ബി ഹെൽപ്ഡ്, യു ക്യാൻ ബി ഹെൽപ്ഡ്, നിന്നെ സഹായിക്കാൻ പറ്റും, നിന്നെ സഹായിക്കാൻ പറ്റും. യു ക്യാൻ ഹെൽപ്പ് ഈ ഫോം, യു ക്യാൻ ഹെൽപ്പ്, നിനക്ക് സഹായിക്കാൻ പറ്റും. ആ വ്യത്യാസം മനസ്സിലാക്കുക. ഹി അതുപോലെ തന്നെ ഹി ക്യാൻ ബി ചോസൺ, അവനെ തിരഞ്ഞെടുക്കാൻ പറ്റും. ഹി ക്യാൻ ബി സെൻഡ്, അവനെ അയക്കാൻ പറ്റും. ഹി ക്യാൻ ബി ടോട്ട്, അവനെ പഠിപ്പിക്കാൻ പറ്റും. ഹി ക്യാൻ ബി ഹെൽപ്ഡ്, അവനെ സഹായിക്കാൻ പറ്റും. ഹി ക്യാൻ ബി ലെഡ്, അവനെ നയിക്കാൻ പറ്റും. ഹി ക്യാൻ ബി പണിഷ്ഡ്, അവനെ ശിക്ഷിക്കാൻ പറ്റും. ആ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക, ആ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. ഷീ ഇതുപോലെ തന്നെ ഷീ ക്യാൻ ബി ചോസൺ, അവളെ തിരഞ്ഞെടുക്കാൻ പറ്റും. പഴയത് ഷീ ക്യാൻ ചൂസ്, അവൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. ഇത് അവളെ തിരഞ്ഞെടുക്കാൻ പറ്റും, മറ്റേത് അവൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. ആ വ്യത്യാസം മനസ്സിലാക്കണം. ഷീ ക്യാൻ ബി ടോട്ട്, അവളെ പഠിപ്പിക്കാൻ പറ്റും, അവളെ പഠിപ്പിക്കാൻ പറ്റും. ഷീ ക്യാൻ ബി ടോട്ട്, ടോട്ട് ഈ ഫോമാ. പഴയത് ഷീ ക്യാൻ ടീച്ച്, നമ്മൾ ആദ്യം പഠിച്ചതാണ്. ഷീ ക്യാൻ ടീച്ച്, അവൾക്ക് പഠിപ്പിക്കാൻ പറ്റും. ടീച്ച് ഈ ഫോമാണ്, ബേസ് ഫോമാണ്. ഈ വ്യത്യാസം മനസ്സിലാക്കണം. ആവർത്തിച്ചാലും നമുക്കത് പിടികിട്ടുള്ളൂ. ഷീലേക്ക് വരാം, രാജു, സീത, അങ്ങനെ പേരുകളൊക്കെ പറയാം. അടുത്തത് ദേ ക്യാൻ ബി ചോസൺ, അവരെ തിരഞ്ഞെടുക്കാൻ പറ്റും. പഴയത് ദേ ക്യാൻ ചൂസ്, അവർക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. രണ്ട് വാചകങ്ങളിലെ വ്യത്യാസം അറിയണം. ദേ ക്യാൻ ബി സെൻഡ്, അവരെ അയക്കാൻ പറ്റും. ദേ ക്യാൻ ബി ടോട്ട്, അവരെ പഠിപ്പിക്കാൻ പറ്റും. ദേ ക്യാൻ ബി ഹെൽപ്ഡ്, അവരെ സഹായിക്കാൻ പറ്റും. ദേ ക്യാൻ ബി ലെഡ്, അവരെ നയിക്കാൻ പറ്റും. ദേ ക്യാൻ ബി പണിഷ്ഡ്, അവരെ ശിക്ഷിക്കാൻ പറ്റും. ഈ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ മറ്റു വാചകങ്ങൾ, ഇവിടെ ഒരു പാലം നിർമ്മിക്കാൻ പറ്റും. എങ്ങനെ പറയും? എ ബ്രിഡ്ജ് ക്യാൻ ബി ബിൽറ്റ് ഹിയർ, എ ബ്രിഡ്ജ് ക്യാൻ ബി ബിൽറ്റ് ഹിയർ. ഓക്കെ. ഈ മരം മുറിക്കാൻ പറ്റും, ഈ മരം മുറിക്കാൻ പറ്റും. ദിസ് ട്രീ ക്യാൻ ബി കട്ട്, മരം സ്വയം മുറിക്കില്ല. മലയാളത്തിൽ നമ്മൾ മരത്തെ മുറിക്കാൻ പറ്റുമെന്ന് പറയില്ല, മരം മുറിക്കാൻ പറ്റുമെന്നേ പറയുള്ളൂ. അത് പാസീവ് പറയണം, അത് പാസീവാ. അത് തിരിച്ചറിയണം നമ്മൾ. പാസീവ് ആണോ അല്ലെ നേരത്തെ കണ്ട പോലെ ഉള്ള വാചകങ്ങളാണോ എന്ന് നമ്മൾ തിരിച്ചറിയണം. ഓക്കെ. ദിസ് ട്രീ ക്യാൻ ബി കട്ട്, ഈ മരം മുറിക്കാൻ പറ്റും. ആ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. എല്ലാ ക്ലാസ്സിലും പറയുന്ന പോലെ പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യുന്നില്ലെങ്കിൽ ഇതൊന്നും കിട്ടത്തില്ല. രണ്ടുപേരും ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുക, തിരുത്താൻ പറ്റും, ബോറടിക്കുകയില്ല. ഇനി വെബ്സിന്റെ ലിസ്റ്റ് ഉണ്ട്, എല്ലാ ദിവസവും കുറച്ച് വെബ്സ് പഠിക്കുക. ഈ 4 ഫോം വെച്ചുള്ള പരിപാടി ഇംഗ്ലീഷ്. ഈ പാസീവിൽ എപ്പോഴും ഈ ഫോമേ ഉപയോഗിക്കുള്ളൂ, വേറെ ഈ ഫോം ഒന്നും ഉപയോഗിക്കില്ല. അതുകൊണ്ട് ഈ 4 ഫോംസ് നമ്മൾ അറിയണം. അല്ലെ മറ്റു വെബ്സ് പഠിക്കുക, പുതിയ ഇംഗ്ലീഷ് വാക്കുകൾ, അർത്ഥം, ഉച്ചാരണമൊക്കെ പഠിക്കണം. ഒത്തിരി വാക്കുകൾ അറിയാമെങ്കിൽ ഭംഗിയായിട്ട് ഇംഗ്ലീഷ് പറയാൻ പറ്റും. അതുപോലെ സിമ്പിൾ ഇംഗ്ലീഷിലുള്ള കഥകളൊക്കെ വായിച്ചു നമുക്ക് നമ്മുടെ ഈ പാസീവിനെയൊക്കെ ഒരുപക്ഷെ നമ്മൾ അവിടെ കണ്ടുമുട്ടും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നമ്മൾ വെർബുകളാണ് കാണുന്നത്. വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകൾ അല്ലെ, വരിക, പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള്. അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക, അങ്ങനെ ഒത്തിരി രൂപങ്ങൾ. എഴുതുക, എഴുതും, എഴുതുകയാണ്, എഴുതിയിട്ടുണ്ടായിരുന്നു, എഴുതുവാൻ, എഴുതുമായിരുന്നു, എഴുതണമായിരുന്നു, അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട്. അതുപോലെ ഇംഗ്ലീഷിലുണ്ട് ധാരാളം ഫോംസ്, രൂപങ്ങളുണ്ട്. അതിൽ 4 എണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ.
അതേതൊക്കെയാണ്? ഫോം എന്ന് വെച്ചാൽ രൂപം. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഈ 4 രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ 4 ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസും മറ്റും ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 4 അറിഞ്ഞിരിക്കണം, എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ. നമ്മൾ ഉദാഹരണമായിട്ട് ബേസ് ഫോം അല്ലേ, ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന വെർബ് എടുക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? എഴുതുക. പ്രസന്റ് ഫോമില് റൈറ്റും ഉണ്ട്, റൈറ്റ്സും ഉണ്ട്. ഇത് പ്ലൂറലാണ്, ഇത് സിംഗുലർ ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്? എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു. ഇത് രണ്ടുപേരെ അർത്ഥം മലയാളത്തില്. പല കുട്ടികളും പ്രസന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും. അത് തെറ്റാണ്. ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ്. എഴുതുക എന്നുള്ളത് ബേസ് ഫോമാണ്. ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ്? വാക്ക് എന്താണ്? റോട്ട്. അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ്. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട്, അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം. അതിന് പല അർത്ഥങ്ങളുണ്ട്, മാറി മാറി വരും. പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക, ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും, ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വെർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ, ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ്. സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ്. ഏത്? ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും. അർത്ഥം വ്യത്യാസമുണ്ട്. ബേസ് ഫോമിൽ എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ, പ്രസന്റ് ഫോമിൽ റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ 1,70,70,000-ലധികം വെർബുകൾ, ക്രിയകളുണ്ട്. അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച്, ബി എന്നൊരു വെർബ് ഉണ്ട് ഇംഗ്ലീഷില്, അത് ഒഴിച്ച് ബാക്കി എല്ലാ വെർബുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ, ഒരേ സ്പെല്ലിംഗ്, ഒരേ ഉച്ചാരണം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ ഇത് 3 പഠിക്കുന്നത്. അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. കം, കെയിം, കം, ഗോ, വെൻ, ഗോൺ, അത് തന്നെ സാധനം. പിന്നെ നേരെ ഒരു കാര്യവും കൂടി, ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു 1,70,70,000 വെർബ്സ് ഉണ്ട്. അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ്. ഒരിക്കൽ കൂടി പറയട്ടെ, ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോമിന്റെ ഈ പ്ലൂറലിനോടുകൂടെ കൂട്ടിച്ചേർത്താണ്. അല്ലാതെ കുറെ വെർബ്സ് ഉണ്ട്. അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഒത്തിരി ഉപയോഗിക്കുന്നത്. അതിലൊരു ഒരെണ്ണമാണ് ഇത്, റൈറ്റ്, റോട്ട്, റിട്ടൺ. ഇത് മൂന്ന് രീതിയാണ്. റൈറ്റ് ഇത് വേറെ രീതി, റോട്ട് ഇത് റിട്ടൺ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് 3 പഠിക്കുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല, ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വരിക. ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും. പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കും അതിന്റെ അർത്ഥം. ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെ ആയിരിക്കും. അപ്പൊ നമ്മളിത് 3 സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ശരിയായിട്ടൊന്ന് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. നമ്മളൊരു 16 ലിസ്റ്റ് വെർബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സ് ആണ്. ഇടിയും ചേർത്തതും ഉണ്ട്, പിന്നെ ഈ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട്. അത് നമ്മൾ പഠിക്കണം. ഇന്ന് നമ്മൾ കാണുന്നത് വെർബുകളുടെ ലിസ്റ്റിലെ അവസാനത്തേതും ആയ 16ാമത്തെ ലിസ്റ്റാണ്. നമ്മൾ കണ്ടിട്ടുള്ളത് പോലെ വെർബിന്റെ ഫോംസില് 4 ഫോംസ് രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഇവ ഉപയോഗിച്ചാണ് ഇംഗ്ലീഷ് എല്ലാ ടെൻസുകളും മറ്റും ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇവ അറിയാതെ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനോ എഴുതാനോ സാധിക്കുകയില്ല. അതുകൊണ്ട് ഇവ പഠിക്കണം നിർബന്ധമായിട്ടും. മറ്റൊന്നുള്ളത്, ഇംഗ്ലീഷിലെ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെയാണ് ഉച്ചാരണത്തിലും സ്പെല്ലിങ്ങിലും. അർത്ഥം വ്യത്യാസമുണ്ട്. അതുകൊണ്ട് നമ്മൾ ബേസ് ഫോം പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ പ്രസന്റ് ഫോമും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമുമാണ് പഠിക്കുക. പിന്നെ പ്രസന്റ് ഫോമിന് പ്ലൂറലും ഉണ്ട്, സിംഗുലറും ഉണ്ട്. ആദ്യം കൊടുത്തിട്ടുള്ളത് പ്ലൂറലാണ്. എസ് അല്ലെങ്കിൽ എസ് ഒക്കെ ഉള്ളതാണ് സിംഗുലർ. അർത്ഥം ഒന്ന് തന്നെയാണ്. തുടങ്ങാം. ഡ്രിങ്ക്, ഡ്രാങ്ക്, ഡ്രങ്ക്, സിംഗ്, സാങ്, സങ്, swim, swam, swum, ring, rang, rung, sing, sang, sung, shrink, shrank, shrunk, swing, sprang, sprung,
ഈ വെർബുകളുടെ പ്രത്യേകത എന്താണ്? ഇത് മൂന്ന് രീതിയിലാണ്. പ്രസന്റ് ഫോമും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും വെവ്വേറെ രീതിയിലാണ് സ്പെല്ലിങ്ങും ഉച്ചാരണം ഒക്കെ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, പഠിക്കണം. ഒത്തിരി ഉപയോഗിക്കുന്നതാണെന്ന് ഓർക്കുക. ഇനിയുള്ള വെർബുകളൊക്കെ പ്രസന്റ് ഫോം പ്ലൂറലിന്റെ കൂടെ ഡി എന്നോ ഇ ഡി എന്നോ കൂട്ടിച്ചേർത്താണ് പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് അവ കാണാം. ബാങ് ബാങ്ഡ് ബാങ്ഡ്, complete completed completed, comb combed combed, close closed closed, crush crushed crushed, curl curled curled, fold folded folded, itch itched itched, need needed needed, object objected objected, obtain obtained obtained, order ordered ordered, peck pecked pecked, perform performed performed, permit permitted permitted, please pleased pleased, possess possessed possessed, pour poured poured, provide provided provided, release released released, rely relied relied, surround surrounded surrounded. ഈ വെർബുകളൊക്കെ ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബുകളാണ്. അതുകൊണ്ട് ഇവ നിർബന്ധമായിട്ടും നമ്മൾ പഠിക്കുക, അർത്ഥമൊക്കെ പഠിക്കണം. ചില വെർബുകളിൽ നമ്മൾ കാണുന്ന പോലെ സിംഗുലർ ഉണ്ടാക്കുമ്പോൾ IS എന്നൊക്കെ ചേർത്തിട്ടുണ്ടാകാം. അല്ലെ പാസ്റ്റിലും പാസ്റ്റ് പാർട്ടിസിപ്പിളിലൊക്കെ ചിലപ്പോൾ ഡബിൾ അല്ലെ ചില ലെറ്റേഴ്സ് അക്ഷരങ്ങൾ ഇരട്ടിച്ചിട്ടുണ്ടാകും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കറക്റ്റായിട്ട് എഴുതാൻ സഹായിക്കും. ചിലപ്പോൾ പ്രിന്റിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെന്ന് തോന്നണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇപ്പം നിർബന്ധമായിട്ടും നമ്മൾ പഠിക്കണം. ഓൾ ദ ബെസ്റ്റ്.